ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ എളുപ്പത്തിൽ എങ്ങനെ ഒരു ഫ്രൈഡ് ഐസ്ക്രീം ഉണ്ടാക്കാം എന്നാണ് കാണിക്കുന്നത്. അതിന് ഞാൻ എടുത്തിട്ടുള്ളത് ഐസ്ക്രീമും മിൽക്ക് ബ്രെഡുമാണ് എടുത്തിട്ടുള്ളത്. ബ്രെഡ് ആകുമ്പോൾ കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളതായിരിക്കും, പൊടിഞ്ഞു പോകാൻ സാധ്യതയില്ല. ആദ്യം ഒരു സ്ലൈസ് ബ്രെഡ് എടുത്ത് അതിൻ്റെ നടുക്കിലേക്ക് ഒരു സ്പൂൺ ഐസ്ക്രീം വയ്ക്കുക. ഐസ്ക്രീം ഫ്രിഡ്ജിൽ വെച്ച് നന്നായി കട്ടിയായിട്ട് വെക്കുന്നതായിരിക്കും നന്നാവുക. ഞാനിവിടെ കുറച്ച് മെൽറ്റായിട്ടുള്ള ഐസ്ക്രീമാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് നേരം ഞാൻ പുറത്ത് വെച്ചു. അതിൻ്റെ മുകളിലേക്ക് അടുത്ത പീസ് ബ്രെഡ് കൂടെ വെച്ച് കൊടുക്കണം. ഐസ്ക്രീം ബ്രെഡിൻ്റെ നടുക്കിൽ തന്നെ വയ്ക്കാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് അതുപോലെ ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ ഒരു പാത്രം വെച്ച് നന്നായി പ്രസ് ചെയ്ത് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കണം. ഐസ്ക്രീം സെൻറ്ററിൽ വരുന്ന രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. ഗോതമ്പ് ബ്രെഡ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ പൊടിഞ്ഞു പോകുന്ന ബ്രെഡ് ആയതുകൊണ്ട് ചിലപ്പം ഇങ്ങനെ ഷേപ്പിലായിട്ട് കിട്ടിയെന്ന് വരുന്ന പൊടിഞ്ഞു പോകും. അപ്പം അതുകൊണ്ട് ഈ ബ്രെഡായിരിക്കും നല്ലത്. ഞാനൊരു യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. ഇങ്ങനെ ചെറുതായി പൊട്ടി നിൽക്കുന്ന ഭാഗങ്ങളുണ്ടെങ്കിൽ, ഒട്ടാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ കുറച്ച് വെള്ളം നനച്ച് അത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. പ്രസ് ചെയ്ത് കൊടുത്താൽ നന്നായി ഒട്ടി നിൽക്കും. എന്നിട്ട് ഇത് 2 മണിക്കൂർ ഫ്രീസറിൽ വയ്ക്കണം. ഇങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം 2 മണിക്കൂർ ഇത് ഫ്രീസറിൽ. എനിക്ക് 2 മണിക്കൂറൊന്നും ഫ്രീസറിൽ വയ്ക്കാനുള്ള ക്ഷമ ഉണ്ടായിരുന്നില്ല. ഞാൻ 1/2 മണിക്കൂറാണ് വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഞാനിത് പൊരിച്ചു. എണ്ണ ചൂടാക്കിയതിന് ശേഷം തീ നന്നായി കുറയ്ക്കുക. അതിന് ശേഷം ഇതിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. വേഗം പൊരിച്ചെടുക്കാൻ പറ്റും, കാരണം ബ്രെഡ് ആയതുകൊണ്ട് വേഗത്തിൽ പൊരിക്കാൻ പറ്റും. ഒരു ബ്രൗൺ കളറാവും എടുക്കുക. അധികം കരിഞ്ഞു പോവാതെ ഒരു ബ്രൗൺ കളറാവുമ്പോൾ എടുക്കുക. ഇത് ചൂടോടെ കഴിക്കാനാണ് ടേസ്റ്റ്. നല്ല ടേസ്റ്റാണ്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. ഇത് പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട്, ഉള്ളിൽ നല്ല ക്രീമി ആയിട്ടും. സാധാരണ ഫ്രൈഡ് ഐസ്ക്രീം ഉണ്ടാക്കാൻ ബാറ്ററൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഉണ്ടാക്കുക. ഇത് എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്നൊന്ന് വീട്ടിൽ ഉണ്ടാക്കാനുള്ള ഒരു മാർഗമാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ആദ്യമായിട്ടാണ് നിങ്ങൾ എന്നെ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. എല്ലാവരും ഇത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം.